കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാറിന്റെ മൃതദേഹം സംസ്കരിച്ചു. മാറിന്റെ കുടുംബത്തിനുള്ള സർക്കാർ ധനസഹായം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുടുംബത്തിന് കൈമാറി. അതേസമയം മാടപ്പള്ളിക്കുന്നിൽ നാട്ടുകാർ വീണ്ടും കടുവയെ കണ്ടു. ദുഃഖവും ആശങ്കയും കനത്ത പുൽപ്പള്ളി ദേവർഗദ്ദ മാടപ്പള്ളി ഉന്നതിയിലേക്ക് 3 മണിയോടെയാണ് ബത്തേരി ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാറിന്റെ മൃതദേഹം എത്തിയത്. അപ്രതീക്ഷിതമായി കടുവയുടെ ആക്രമണത്തിൽ മാരൻ കൊല്ലപ്പെട്ടത് സഹിക്കാനാവുന്നതായിരുന്നില്ല ഉന്നതിയിലെ ജനങ്ങൾക്ക്. രാത്രി 8:45ഓടെ മാരന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. മാരന്റെ കുടുംബത്തിനുള്ള സർക്കാർ ധനസഹായമായ 10 ലക്ഷം രൂപയുടെ ആദ്യ ഗഡുവായ 6 ലക്ഷം രൂപ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുടുംബത്തിന് കൈമാറി. അതേസമയം മാടപ്പള്ളിക്കുന്നിൽ വീണ്ടും നാട്ടുകാർ കടുവയെ കണ്ടു. കടുവയെ കണ്ടത് ഇങ്ങോട്ട് ഇക്കരയ്ക്ക് വരാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാരെല്ലാം പോയി വെടി വെച്ചപ്പോൾ നേരെ അങ്ങോട്ട് നടന്നു പോയി. പുഴയ്ക്ക് അക്കരയായിരുന്നു, ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു. വനംവകുപ്പും പോലീസും ക്യാമറ ട്രാപ്പും രാത്രികാല പട്രോളിംഗും സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക രാജീവ് ഗാന്ധി നാഷണൽ ടൈഗർ റിസർവിലേക്ക് കയറ്റിവിട്ട കടുവയാണ് ഇവിടേക്ക് വരുന്നതെന്ന ആരോപണവും ഉയരുകയാണ്. കർണാടക സ്റ്റേറ്റിലെ ബേഗൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 5 ആളുകളെ എങ്കിലും ഈ കടുവ വധിച്ചിട്ടുണ്ട്. ആ കടുവയെ കൂടുവെച്ച് കർണാടക ഫോറസ്റ്റുകാർ പിടിച്ചു. ആ പിടിച്ച കടുവയെ ഇവിടെ നന്ത്രവയൽ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെയുള്ള നന്ത്രവയലിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കടുവയാണ് ഇപ്പം നിരന്തരമായിട്ട് ഇങ്ങോട്ട് ഭീതി പരത്തിക്കൊണ്ട് ഈ ജനവാസ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ കേരളത്തിലോട്ട് കടന്നു വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില, വയനാട്.